ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒരു വിങ്ങർക്ക് വേണ്ടിയുള്ള FC ബാഴ്സലോണയുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഡക്കോ ഒരുപാട് താരങ്ങളെ കണ്ടുവച്ചിട്ടുണ്ട്. പ്രയോറിറ്റി ലൂയിസ് ഡയസിന് തന്നെയാണ്. പക്ഷേ ഡയസിന് വലിയ തുക ചിലവഴിക്കേണ്ടി വരും. അതാണ് കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഡയസിനെ കിട്ടുമോ എന്ന കാര്യത്തിൽ ബാഴ്സ ബോർഡിന് യാതൊരുവിധ ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് റാഷ്ഫോർഡിനെ ഇപ്പോൾ FC ബാഴ്സലോണ പരിഗണിക്കുന്നുണ്ട്. ഡയസിനെ കിട്ടിയില്ലെങ്കിൽ റാഷ്ഫോർഡിനെ കൊണ്ടുവരാനാണ് അവരുടെ തീരുമാനം. 40 മില്യൺ യൂറോയാണ് റാഷ്ഫോർഡിന്റെ വിലയായിക്കൊണ്ട് യുണൈറ്റഡ് കണ്ടുവച്ചിട്ടുള്ളത്. പക്ഷേ ബാഴ്സ ലോണിന് വേണ്ടി ശ്രമിച്ചേക്കും എന്ന വാർത്തകൾ സജീവമാണ്. എന്നാൽ യുണൈറ്റഡിന് ഒരു പെർമനന്റ് ട്രാൻസ്ഫർ ആണ് താല്പര്യം. അവിടെ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് കൂടി അവിടെയുണ്ട്. ഇനിയിപ്പോൾ ഡയസിനെയും റാഷ്ഫോർഡിനെയും കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റു 2 താരങ്ങളെ കൂടി ഡക്കോ പരിഗണിച്ചേക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. സ്പോർട്ടിന്റെ റിപ്പോർട്ടറായ ടോണി യുവാൻ മാർട്ടിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആഴ്സണലിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ ഗബ്രിയേൽ മാർട്ടിനെല്ലി, അതുപോലെ തന്നെ ബയേണിന്റെ ഫ്രഞ്ച് താരമായ കിങ്സ്ലി കോമാൻ, ഈ 2 പേരെ കൂടി ഇപ്പോൾ FC ബാഴ്സലോണ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. പക്ഷേ ഗബ്രിയേൽ മാർട്ടിനെല്ലിക്കൊക്കെ വലിയ രൂപത്തിലുള്ള ഒരു തുക ചിലവഴിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും ഈ 2 താരങ്ങളെ കൂടി ഭാവിയിൽ ബാഴ്സലോണ പരിഗണിച്ചേക്കാം എന്നാണ് ഇപ്പോൾ യുവാൻ മാർട്ടി പറഞ്ഞിട്ടുള്ളത്. ഇത്തവണ ഒരു വിങ്ങറെ കൊണ്ടുവരാൻ തന്നെയാണ് FC ബാഴ്സലോണയുടെ തീരുമാനം. പക്ഷെ അത് ആരാവും എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.